മുതലപ്പുഴയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം മുടങ്ങിയതിനൊപ്പം സമീപ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. വാമനപുരം നദിയോട് ചേർന്ന് താമസിക്കുന്നവരാണ് ബുദ്ധിമുട്ടിലായത്. പുഴയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള കടക്കാവൂർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ നിന്ന് TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം കാണാം. മുതലപ്പൊഴി അടഞ്ഞതോടുകൂടി വാമനപുരം നദിയുടെ കൈവഴികളിലെല്ലാം വലിയ വെള്ളക്കെട്ടാണ്. ഇതുപോലെയുള്ള ചെറിയ തോടുകളിൽ കൂടിയാണ് വലിയ തോതിൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുന്നത്. കടക്കാവൂർ പഞ്ചായത്തിലും ചിറയൻകീഴ് പഞ്ചായത്തിലും അഞ്ചുതെങ്ങ് പഞ്ചായത്തിലുമെല്ലാം ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാമനപുരം നദിയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം വലിയ ആശങ്കയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടക്കാവൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലാണ്. നിരവധി വീടുകളാണ് ഇവിടെ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ജലനിരപ്പ് അതുപോലെ തുടരുന്നു. മഴയൊന്ന് കനത്തു പെയ്താൽ എന്താകുമെന്ന് ആർക്കും അറിയില്ല. ഇനി നമുക്ക് ചില വീടുകളിലേക്ക് പോകാം. ഇതുപോലെ നിരവധി വീടുകളാണ് കടക്കാവൂർ പഞ്ചായത്തിലെ ഈ 11ാം വാർഡിലുള്ളത്. ഈ അമ്മ ഇവിടെ ഒറ്റക്കാണ്. എന്താണ് അവസ്ഥ? വയ്യ മക്കളെ, ആരുമില്ല, വരുമാനവും ഇല്ല, പെൻഷൻ മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. മരുന്നിന് തികയില്ല. എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഇറങ്ങിയല്ലേ നമുക്ക് വേറെ ഇല്ലല്ലോ, ഒന്നുമില്ല. പിന്നെ ശരീരം വേറെയിൽ വയ്യ. 78 വയസ്സുണ്ട്. പേര് രാധ. ഇവിടെ മാത്രമല്ല, ഈ വീടിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി മഴയൊന്ന് ശക്തമായാൽ ഈ വീടിനകത്തേക്ക് വെള്ളം കയറും എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിരവധി വീടുകളാണ് ഇതുപോലെ വെള്ളത്തിനടിയിലായത്. ഞാനിവിടെ വന്നിട്ട് 32 കൊല്ലമായി. ഈ വന്ന കാലമേ ഇത് തന്നെയാണ്. മഴ പെയ്താലോ നമുക്ക് ഈ പൊഴി കയറിയാലോ നമുക്കിവിടെ ഈ പരിസരത്ത് ആർക്കും കിടക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെയാണ് പോയി കിടക്കുന്നത്. ഈ വെള്ളം വരുമ്പോഴത്തേക്ക് അത്ര ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത്. പഞ്ചായത്തുകാരോട് പറയുമ്പോൾ അവർ പറയും ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ല, ഇതുവരെയ്ക്കും ഇതിനൊരു പരിഹാരം ഇതുവർക്കും കണ്ടിട്ടില്ല. മഴ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ ആർക്കും തങ്ങാൻ പറ്റത്തില്ല. എങ്ങോട്ട് പോകുമെന്ന് ഏത് വഴിക്ക് പോകുന്നോന്ന് അറിയാൻ വയ്യ. ഈ പൊഴി മുറിക്കാതെ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങില്ല. വെള്ളം ഇറങ്ങിയാലേ പറ്റുള്ളൂ. പൊഴി മുറിച്ചേ പറ്റൂ. കാര്യം ഇവിടെ അത്രയും വെള്ളം കയറി. ഇനിയിപ്പോൾ ഈ രാത്രിയാണ് വെള്ളം വന്നാൽ ആർക്കും എങ്ങും പോകാനും പറ്റില്ല. കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പോഴത്തേക്ക് സ്കൂളിലൊക്കെയാണ് പോയി കിടന്നത്. ഈ രാത്രിയാണ് വെള്ളം കയറുന്നത്. രാത്രി വെള്ളം കയറിയാൽ എവിടെ പോവും? വെള്ളം വീട്ടിനകത്തൊക്കെയാണ് കയറുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.